ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു യാഥാർത്ഥ്യം, ഒരു നടന്ന സംഭവം. ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ ആ സിനിമയ്ക്ക് നല്ലൊരു കഥയുണ്ടാകണം, പിന്നെ നല്ലൊരു തിരക്കഥ ഉണ്ടാകണം, അത് സംവിധാനം ചെയ്യാൻ നല്ലൊരു ഡയറക്ടർ ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു നല്ലൊരു സിനിമ ഉണ്ടാകണമെങ്കിൽ, ഒരു നല്ലൊരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തണമെങ്കിൽ അതിന് നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാകണം. ആ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ഈ സിനിമ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരച്ഛനും മകനുമാൽ തെണ്ടി കുത്തുവാളയെടുത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോൾ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ. ഓരോ നടന്മാരെ വിശ്വസിച്ചും ഓരോ ഡയറക്ടർമാരെ വിശ്വസിച്ചും സ്വന്തം കിടപ്പാടം വരെ വിറ്റ് സിനിമ എടുക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസർമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പറഞ്ഞു പറ്റിക്കുന്ന ചില നടന്മാരും ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളിപ്പം എയറിൽ തന്നെയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആളാരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഈ പ്രൊഡ്യൂസറിൻ്റെ ആദ്യ സിനിമ മാണിക്യൻ എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ കലാമണി ആയിരുന്നു ആ സിനിമയിൽ ഹീറോ ആയിട്ട് വന്നത്. അതിനുശേഷം നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ടുള്ള വർഗം എന്നൊരു സിനിമ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ ഫഹദ് ഫാസിലായിരുന്നു അതിനകത്ത് നായകനായിട്ട് വന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹിറ്റ് സിനിമയായിരുന്നു ആടുപുലിയാട്ടം. ആടുപുലിയാട്ടം ഏതാണ്ട് 100 ദിവസത്തിന് മുകളിൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചൊരു സിനിമയാണ്. കമൽ സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായിട്ടെത്തിയ ഉട്ടോപ്യയിലെ രാജാവ്, ഇതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് പാതിരാമണൽ. നമ്മുടെ ഉണ്ണിമൂന്തനായിരുന്നു അതിനകത്ത് നായകനായിട്ട് എത്തിയിരുന്നത്. അതിനുശേഷമാണ് വീണ്ടും ജയറാമുമൊത്ത് ഇദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നത്. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നായിരുന്നു ആ സിനിമയുടെ പേരും. ആ സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു നടനെ വിശ്വസിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ നടൻ ആ സിനിമയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് വീണ്ടും സിനിമകൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനം പലർക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഒരു സിനിമ ചെയ്ത് അത് പരാജയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവരെ തിരിഞ്ഞു പോലും നോക്കാത്ത ഇത്തരം നടന്മാരുടെ ഒരുപാട് വാർത്തകൾ നമ്മൾ ഈ ജയറാമിനെ കുറിച്ചിട്ട്. ജയറാമിനെ ഏറ്റവും കൂടുതൽ സിനിമയിൽ പോപ്പുലർ ആക്കിയിട്ടുള്ളൊരു സംവിധാനമാണ് രാജസേനൻ തന്നെ ജയറാമിനെ കുറിച്ചിട്ട് വന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ട് കാണും. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും അതിനുശേഷം ഈ പ്രൊഡ്യൂസറെ നമ്മുടെ ജയറാം വിളിച്ചിട്ട് മകനെ ഒന്ന് മലയാളത്തിൽ ഒന്ന് പോപ്പുലർ ആക്കാൻ വേണ്ടി സിനിമ ചെയ്യണമെന്ന് ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹാപ്പി സർദാർ എന്ന് പറയുന്ന ഒരു സിനിമ ഇദ്ദേഹം ചെയ്യാം എന്ന് വെച്ചത്. ഇതിനു മുമ്പ് ഒരു പ്രൊഡ്യൂസർ ഈ സിനിമ ചെയ്ത് 50 ലക്ഷം രൂപ നഷ്ടം വന്ന് നിൽക്കുന്ന സമയത്താണ് ജയറാമിൻ്റെ ഈ ഒരു കോള് ഈ പ്രൊഡ്യൂസറിന് വരികയും പ്രൊഡ്യൂസർ അത് ചെയ്യാമെന്ന് പറയുകയും ഇതിനകത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു കൊള്ളാം എന്ന് ജയറാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ ഇദ്ദേഹം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ആ ഒരു സിനിമയിലും പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ടായിരുന്നു ഈ സിനിമയുടെ ഒരു ചിത്രീകരണം. റാമുജി ഫിലിം സിറ്റിയും അതുപോലെ തന്നെ പഞ്ചാബും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ മെയിൻ ലൊക്കേഷനായിട്ട് വന്നിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്. സിനിമ തിയേറ്ററിലെത്തി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. വലിയൊരു നഷ്ടം ഈ പ്രൊഡ്യൂസർക്ക് വരികയും ചെയ്തു. അതിനുശേഷം ജയറാമോ അല്ലെങ്കിൽ ജയറാമിൻ്റെ മകനോ ഈ പ്രൊഡ്യൂസറെ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹം വിളിച്ചാൽ സംസാരിക്കാനോ പോലും തയ്യാറായിട്ടില്ല. വമ്പൻ നഷ്ടം വന്ന് ഇപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തന്നെ വളരെ പരിതാപകരമാണ്. കാരണം ഇതുപോലെ ഒരുപാട് പ്രൊഡ്യൂസർമാർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരാളാണ് ഹസീബ് ഹനീഫ് എന്ന് പറയുന്ന ആച്ചിച്ച ഫിലിംസിൻ്റെ ഈ ഒരു പ്രൊഡ്യൂസർ. ഇദ്ദേഹം തന്നെ 6ഓളം സിനിമകൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. കർണാടക മാർപ്പാപ്പ എന്ന് പറയുന്ന സിനിമ കുഞ്ചാക്കോ ബോബനെ വെച്ചിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ ജയറാം എന്ന് പറയുന്ന ഒരു നടൻ്റെ വിനയം കാണുമ്പോഴത്തേക്ക് കേരളത്തിലെ സിനിമ ആസ്വാദകർ വിചാരിക്കുന്നത് ഇയാളെപ്പോലെ ഇത്ര ഒരു എളിമയുള്ളൊരു മനുഷ്യൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് തന്നെ വിചാരിക്കും. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്ന അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ഒരു പക്ഷേ ചിലപ്പോൾ അയാൾക്ക് പോലും സാധിക്കത്തില്ല എന്നുള്ള. ഇനിയിപ്പോൾ ഇതൊക്കെ നിഷേധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതമുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഏതായാലും ജയറാം എന്ന് പറയുന്ന ഒരു നടൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നെ മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ ലൊക്കേഷനിൽ വെച്ച് നടന്നിട്ടുള്ള സംഭവങ്ങളും ഹാപ്പി സർദാർ എന്ന് പറയുന്ന സിനിമയിൽ നടന്നിട്ടുള്ള കുറേ സംഭവങ്ങളും ഒക്കെ പറയാൻ ഞാനും ബാധ്യസ്ഥനാകും. അപ്പം ഇതുപോലുള്ള ഈ വിനയം കൂടുതൽ വാരി വിതറുന്ന, ഒരു 1000 രൂപയുടെ വിനയം തരാൻ പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ വിനയം വാരി എറിയുന്ന ഇയാളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന പ്രൊഡ്യൂസർമാർ ഓർത്തിരിക്കുക, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുക. എന്തുകൊണ്ടാണ് ജയറാമിന് ഇപ്പം മലയാള സിനിമയില്ലാത്തത്? ഇപ്പോൾ തമിഴിൽ പോയിട്ട് ഒരു സിനിമ ചെയ്തായിരുന്നു. ആ സിനിമയുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക്
മാതൃഭാഷ തമിഴാകും, മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് മാതൃഭാഷ മലയാളമാകും, കന്നഡയിൽ പോയി കഴിഞ്ഞാൽ മാതൃഭാഷ കന്നഡയാകും, ഇനി US പോയി കഴിഞ്ഞാൽ ഇയാളുടെ മാതൃഭാഷ ഇംഗ്ലീഷാകും. ഇതാണ് ഇയാളിപ്പോൾ ഈ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറിൽ എന്ന് പറഞ്ഞാൽ പോരാ, ഏറിലും അതുക്കും മേലെ ഏറിലാണ് ഇപ്പോൾ ഇയാൾ നിൽക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ശാന്തിവിള ദിനേശൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാം. കാരണം ഇയാളെക്കുറിച്ച് പറയുന്നതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാണല്ലോ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. ഇത് ഏതാണ്ട് 8-9 സിനിമകൾ ചെയ്തിട്ടുള്ള ഈ പ്രൊഡ്യൂസറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ ചെയ്ത് എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് അദ്ദേഹം ആ ഒരു സിനിമ ചെയ്ത ആ സിനിമയ്ക്ക് പരാജയം സംഭവിച്ചു, അതിനകത്ത് പണം നഷ്ടപ്പെട്ടു, ഒരു ചെറിയൊരു സഹായമെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും തയ്യാറാകാത്ത ഇവരെ പോലുള്ള ആളുകളെ പുതിയ സിനിമകൾ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസർമാർ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും